എന്തൊക്കെയാ ചെയ്യാൻ പോകുന്ന അറിയില്ല. അയ്യോ സൈൻ വാങ്ങിക്കാൻ മറന്നല്ലോ. മോനെ, എടാ മോനെ. അയ്യോ വീട് മാറിപ്പോയെന്ന് തോന്നുന്നു. അമ്മാമനോ? എവിടെയോ കേട്ടോ. മോനെ നീയോ? നമ്മുടെ വീടല്ലേ ഇത്? വീടൊക്കെ ശരി തന്നെ. ആരാ ഇവള്? എന്തോന്നാ നന്നായിട്ട് നോക്ക്. അമ്മാവനോ? ഏത് മുറയാ നിനക്ക് അമ്മാവൻ? നല്ലോണം നോക്കമ്മാവാ. നന്നായിട്ട് നോക്കാൻ പറഞ്ഞാൽ നന്നായിട്ട് അങ്ങ് നോക്കൂ. തന്റെ മോളുടെ പ്രായം ഉണ്ടോ? അതെ മുത്തഴകി. മോളെ, നീ ജനിച്ചപ്പോ നിനക്ക് ഡ്രസ് വാങ്ങിച്ചാൻ ഓർമ്മയുണ്ടോ? അത് തന്നെയാണ് ഇപ്പോഴും ഇട്ടോണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പുതിയ ട്രെൻഡാണല്ലേ? എല്ലാവരും ഭാര്യ സുന്ദരി ആയിരുന്നാലും കൂട്ടിലടച്ച് വെക്കും. ഞാൻ എന്റെ ഭാര്യ നന്നായിട്ട് പറത്തി വിടുവല്ലേ. ഇതിലെന്താ തെറ്റ്? ഇത് നല്ലത് തന്നെയാ മോനെ. ഇതിലൊരു കയ്യൊപ്പിട്ടതാടാ. ഇതൊക്കെ പിന്നെ ഇട്ടേക്കാം. ഇപ്പൊ വേറെ ജോലിയുണ്ട്. എന്നെ എന്തിനാണോ ഇങ്ങനെ ഓടിക്കുന്നേ? അവൻ എവിടെ പോയെന്ന് അറിയില്ലല്ലോ. മുഴുവൻ നമ്മുടെ ആൾക്കാർ മാത്രമാണല്ലോ. അവൻ എവിടെയാണോ പോയത്? എവിടെയൊക്കെ നോക്കിയിട്ടും കിട്ടിയില്ല ഏട്ടാ. ഛേ, അവൻ എസ്കേപ്പ് ആയെന്നാ തോന്നുന്നു ഏട്ടാ. ചേട്ടാ പോയി പിടിക്കടാ. എവിടെയാ പോയിരിക്കുന്നത്? അയ്യോ അയ്യോ അയ്യോ. എടാ വേൽമുരുക, എന്ത് പറ്റി? അത് പിന്നെ എടാ മൊട്ട, എന്തിനാ അവൻ? ചേട്ടാ അവൻ രക്ഷപ്പെട്ടു ചേട്ടാ. എല്ലാം പോയി. നീ എവിടെ ചേർക്കാൻ പോയതാ? അവനെന്തിനാ ഇവിടെ ക്യാമറ കൊണ്ടുവന്നത്? ഏതാണോ അവൻ? താങ്ക്സ്. ശരി, ഞാൻ എന്നാ പോയിട്ട് വരാം. നോക്കി സൂക്ഷിച്ചിരുന്നോളൂ. മുകിലൻ, മുകിലൻ, ഇതെന്ത് പറ്റി? ഒന്നുമില്ല, ഒരു ചെറിയ ഫ്രാക്ചർ. എം ഡി ആകത്തുണ്ടോ? ഉണ്ട്, പോയി കണ്ടോ. താങ്ക് യു സാർ. നമസ്കാരം സാർ. ഹായ് മുകുലൻ, ഗുഡ് ജോബ്. എന്ത് പറ്റി മുകുലൻ? ചേട്ടാ ഇന്നലെ വീഡിയോ എടുക്കുമ്പോൾ അവർ കണ്ടു സാർ. അപ്പോൾ ഒരു ക്യാമറ ഇടും തട്ടി പറിച്ചു. ആ സമയത്ത് ഒരു ചെറിയ സ്ട്രഗിൾ എൻ്റെ കൈ ഫ്രാക്ചറായി സാർ. എന്താ മുകുലൻ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് അതൊക്കെ. എനിക്കത് ന്യൂസാണ് പ്രധാനം, നിങ്ങളാണ് പ്രധാനം. വന്നിരിക്കും സാർ. മുകുലൻ, നിങ്ങൾ ഓർത്ത് അഭിമാനമുണ്ട്. ഈ ചാനലിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുത്തേക്കുന്നത്. സൂപ്പർ മുകുലൻ, ഗുഡ് ജോബ്. ഈ ന്യൂസ് ടെലികാസ്റ്റ് ആവുന്ന അന്ന് നമ്മുടെ ചാനലിന്റെ TRP റേറ്റിംഗ് അങ്ങ് മാരം മുട്ടും. അതുമാത്രമല്ല സാർ, ഇതുപോലത്തെ സാമൂഹ്യ ദ്രോഹികളെ വെറുതെ വിടരുത് സാർ. ഉറപ്പായിട്ടും. സാധാരണ കുടുംബത്തിൽ ജനിച്ച ഇവര് അടിയും പിടിയും തുടങ്ങിയവര് 3 കൊല്ലം കൊണ്ട് മന്ത്രിയോടൊപ്പം അടുത്ത് മന്ത്രിക്ക് സപ്പോർട്ടായി മന്ത്രിയുടെ ബിനാമിയായി ഇന്ന് 300 ഏക്കർ തേയിലത്തോട്ടം, 5 ഷോപ്പിംഗ് മാള്, കെട്ടുകെട്ടായി ഒളിച്ചു വച്ചിരിക്കുന്ന പുതിയ പണവും. ഇത്ര ഇവർക്ക് എങ്ങനെ കിട്ടി സാർ? നമ്മുടെ നല്ല സമയവും അവരുടെ മോശപ്പെട്ട സമയവും. ഇൻകം ടാക്സ് റൈഡ് അങ്ങനെ ലൈവായിട്ട് കിട്ടിയിട്ടുണ്ട് സാർ. അച്ചടിച്ച 2000 രൂപയുടെ നോട്ട് ജനങ്ങൾക്ക് പോയോ ഇല്ലയോ, ആ മുഴുവൻ നോട്ടും കുടോണ സാർ ഉള്ളത്. ഇവരെ വെറുതെ വിടാൻ പാടില്ല സാർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മന്ത്രിയുടെ സാമ്പത്തിക വരുമാനം 1.5 കോടിയാണെന്നല്ലേ കണക്ക് കാണിച്ചിരുന്നത്. പക്ഷെ നിങ്ങൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ബിനാമിക്ക് ഇത്ര കോടി ഉണ്ടെന്നല്ലോ തോന്നുന്നത്. നമ്മൾ ഈ കാര്യം അത്ര എളുപ്പത്തിൽ കാണരുത് സാർ. ഈ വാർത്ത ഒരേ സമയത്ത് ജനങ്ങളെയും പോലീസിനെയും എത്തിപ്പിക്കണം സാർ. ഉറപ്പായിട്ടും മുതലേ. എങ്ങനെ ഒരു കള്ളസ്വാമി കുടുങ്ങിയാൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാ കള്ളസ്വാമികളും കുടുങ്ങുന്നുവോ, അതേപോലെ കള്ളപ്പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബിസിനസ്മാൻ, രാഷ്ട്രീയക്കാര്, അങ്ങനെ എല്ലാവരുടെ കുറ്റങ്ങളും തെളിയിക്കണം സാർ. ഇതുപോലെയെല്ലാം കൊണ്ടുവരാൻ ഈ വാർത്ത നമുക്ക് തീർച്ചയായും സഹായമായിരിക്കും സാർ. ഉറപ്പായിട്ടും മുതലേ. കമ്മിങ് സൺഡേ ഈ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്തേക്കാം. അതിന് മുന്നേ നിങ്ങൾ എഡിറ്റിംഗ് എല്ലാം ഫിനിഷ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ സാർ. ഈ ന്യൂസ് ടെലികാസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചാനലിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും.
തീർച്ചയായും സർ. വിശ്വാസമുണ്ട്. ഓൾ ദ ബെസ്റ്റ് മുകുലൻ. ഓക്കെ. ടേക്ക് കെയർ. ബൈ. ഹായ് ബ്രോ, നമുക്ക് പോയാലോ? നമ്മുടെ ആളാണെന്ന് തോന്നുന്നില്ലേ? ആ, നമ്മുടെ ആള് തന്നെ. ചിരിക്കുന്നുണ്ടല്ലോ. ഇതെന്ത് പറ്റി? വർക്കൗട്ട് ആയെന്നാ തോന്നുന്നേ. ഓ, ഇവനെയാണോ നോക്കിക്കൊണ്ടിരുന്നേ? പക്ഷെ ഇവൻ ഇവിടെ നോക്കത്തില്ലല്ലോ. ഇപ്പൊ അവന് നോക്കുന്നുണ്ടല്ലോ. ഹേയ്, എന്നടാ പുതിയ ശീലങ്ങളൊക്കെ? ഉണ്ടായിരുന്ന ഒരു ഓപ്ഷനും പോയാലോ? നമ്മളാണല്ലോ തേടി പോവാറ്, ഇപ്പൊ നമ്മളെ തേടി വന്നിരിക്കുന്നു. ഹായ്, എന്നെ നിനക്ക് ഇഷ്ടമാണോ? നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടായി. അറിയാമല്ലോ, ഐ ലവ് യു. ഐ ലവ് യു.